ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ടിൽ പലപ്പോഴും കെമിസ്ട്രി, അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസസ്, സോഷ്യൽ സയൻസസ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ ടീച്ചിങ് പെർസ്പെക്റ്റീവിൽ നിന്ന് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര അധ്യാപനത്തിൻ്റെ ടീച്ചിങ് പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടാണ്. ലൈക്ക് അതിനൊരു കൺസെപ്ഷൻ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ തന്നെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇന്നത്തെ 21st സെഞ്ച്വറിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നത്, അറ്റ് ദ സെയിം ടൈം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കേണ്ടത്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ലോകമാണ് ഇത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ അതിൻ്റെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതൊന്നും കൺസെപ്ച്വലി തിയറിറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സാമിൻ ചെയ്ത് നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് സാമൂഹ്യശാസ്ത്ര അധ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അതിൻ്റെ നീഡും സിഗ്നിഫിക്കൻസ് ഒക്കെ എന്ത് ചെയ്യാറുള്ളൂ, ചർച്ച ചെയ്യാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സാമൂഹ്യശാസ്ത്ര അധ്യാപനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ടു ദ ക്ലാസ്. നമുക്ക് ആദ്യം തന്നെ സോഷ്യൽ സയൻസിനെ കുറിച്ചിട്ട് നോക്കാം. എന്താണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്? സോഷ്യൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മാൻ ഇൻ റിലേഷൻ ടു ഹിസ് സൊസൈറ്റി. സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ്. എന്തിനെക്കുറിച്ച്? മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യെസ്, ഇറ്റ്സ് ആൻ ആർട്ട് സബ്ജക്റ്റ് ഇൻകോപ്പറേറ്റ് വിത്ത് സയൻസ്, അല്ലേ? ഇതൊരു ശാസ്ത്രവുമാണ്, അതേപോലെ തന്നെ ഒരു കല അടങ്ങിയിട്ടുള്ളൊരു വിഷയം കൂടിയാണ് സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് വുഡ് ഡെവലപ്പ് എ സർട്ടൺ ഡിസൈറബിൾ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഡിസൈറബിൾ ആയിട്ടുള്ള സ്കിൽസ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ സാമൂഹ്യശാസ്ത്രത്തിന് മികച്ച പങ്കാണ് വഹിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാമൂഹ്യശാസ്ത്രം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ. എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? സോഷ്യൽ സയൻസ് ഈസ് ആൻ അൺഎൻഡിങ് dialogue between past and present, which would help the nation to mold a better future. ഒരു ബെറ്റർ ഫ്യൂച്ചറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഡയലോഗാണ് സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയാണ് അല്ലേ? നമുക്കറിയാം, സാമൂഹ്യശാസ്ത്രത്തിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. പണ്ട് കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലെ നല്ല വശങ്ങൾ ആധുനിക ലോകത്തേക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. Unending dialogue between the past and present, which help a nation to mold a better future. ഒരു ബെറ്റർ ഫ്യൂച്ചർ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വേർഷനാണ്, ഒരു അംബ്രല്ല ടേമാണ് സോഷ്യൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ we have to discuss what is the meaning of social science. സോഷ്യൽ സയൻസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അല്ലേ? മീനിങ് ഓഫ് സോഷ്യൽ സയൻസ് എന്താണ്? സോ മീനിങ് ഓഫ് സോഷ്യൽ സയൻസ്, വി നോ ദാറ്റ് സോഷ്യൽ സയൻസ് ഒരുപാട് അക്കാദമിക് ഡിസിപ്ലിൻസ് തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 22ഓളം അല്ലെങ്കിൽ 32ഓളം 44ഓളം ഒക്കെ സബ്ജക്റ്റുകൾ, അതായത് എല്ലാ സബ്ജക്റ്റുകളും ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോഷ്യൽ സയൻസ് comprise or consist of the academic disciplines concerned with the study of social life of human groups.
മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകളെ കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്? ഇക്കണോമിക്സ് വരുന്നുണ്ട്, സാമ്പത്തിക ശാസ്ത്രം വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹിസ്റ്ററി, ചരിത്ര അവബോധമില്ലാത്തൊരു സമൂഹം നമ്മളുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രമീമാംസ അല്ലേ, രാഷ്ട്രമീമാംസ സാമൂഹ്യശാസ്ത്രത്തിൽ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സോഷ്യോളജി വരുന്നുണ്ട്, സമൂഹശാസ്ത്രം സോഷ്യോളജി. അതേപോലെ തന്നെ സൈക്കോളജിയുടെ ആസ്പെക്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സൈക്കോളജി, ദെൻ സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും സോഷ്യൽ സയൻസിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റിനെയാണ്, ഒരു ഡിസിപ്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഇതിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല ഡെഫിനേഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ജെയിംസ് ഹൈ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഡെഫിനേഷൻ. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ്? സോഷ്യൽ സയൻസ് ആർ ദോസ് ദ ബോഡീസ് ഓഫ് ലേണിംഗ് ആൻഡ് സ്റ്റഡി വിച്ച് ഓർഗനൈസ് ഓർ വിച്ച് റെക്കഗ്നൈസ് simultaneous mutual action of physical and non-physical stimuli which produce social reaction. ഇതാണ് ജെയിംസ് ഹൈ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഹിസ്റ്ററി ആൻഡ് കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ആൻഡ് കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ്. The beginning of the tradition of social science has been one of the major development of the story of their own could get the recognition as social sciences in the 19th century. So the thinkers, writers such as Herodotus, Aristotle and Manu and then Kautilya and the authority on the Arthashastra and many other has written good treatise on different areas of social sciences is more than 2000 years ago. So the political and the social atmosphere of the ancient Greece, Rome and India also favored the kind of intellectual exercises. During the 17th and 18th centuries, the process of Renaissance gave a big impetus to the continuation to the tradition of reasoning. This change is the intellectual atmosphere favored the development of sciences which came to be called as social science. സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം മുതൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സമൂഹശാസ്ത്രം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഇന്നത്തെ നിലയിലേക്ക് ആവിർഭവിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അതായത് ഇതിൽ പൊളിറ്റിക്കൽ വേർഷൻ, എല്ലാ രാജ്യത്തും നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടൻറ്റുകൾ, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ, കൾച്ചറൽ ഫോർമാറ്റുകളുടെ ഉത്ഭവങ്ങൾ, ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ അതെല്ലാം തന്നെ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സോഷ്യൽ സയൻസ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ്? സോ ടീച്ചിങ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യോളജിക്കൽ അപ്രോച്ച് നടത്തേണ്ട ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? സോഷ്യൽ സയൻസ് പഠിക്കേണ്ടത് എന്താണ്? അതായത് ഒരു കുട്ടിയുടെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നതാണ് സാമൂഹ്യശാസ്ത്രം എയിം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിനു വേണ്ടി ഒരു മനുഷ്യന് വേണ്ട സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക, അതിലേക്ക് അവനെ നയിക്കുക, ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈറബിൾ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസൊക്കെ
ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമൂഹ്യശാസ്ത്രം നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ ഇമാജിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫ്യൂച്ചറിന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഫ്യൂച്ചറിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമൂഹ്യ ശാസ്ത്രം അതൊരു നീഡായിട്ട് മാറുന്നത്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഒരു നല്ല മനുഷ്യനായി ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്നതിൽ അതിയായ പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഷയമാണ് സാമൂഹ്യ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് ദ സോഷ്യൽ സയൻസ്. നേച്ചർ ഓഫ് ദ സോഷ്യൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സാമൂഹ്യശാസ്ത്രത്തിൻ്റെ നേച്ചറിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് ഒരു യുണീക്ക് ഡിസിപ്ലിനാണ്, അല്ലേ? യുണീക്ക് ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഇതിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് സ്റ്റഡീസ് ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ത്? സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് സ്റ്റഡി ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ദെൻ എ സ്റ്റഡി ഓഫ് ദ മാൻ ഡെവലപ്മെൻറ്റ് ത്രൂ ഏജസ്. ഡിഫറെൻറ്റ് ഏജസിലൂടെ മനുഷ്യൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ സാമൂഹ്യശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, നമ്മളുടെ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്രം ദ ഏജ് ഓഫ് സ്റ്റോൺ ഏജ് മുതലാണല്ലേ. ഇപ്പോൾ സ്റ്റോൺ ഏജ് കഴിഞ്ഞ് അടുത്ത യുഗം എന്ന് പറയുന്നത്, സ്റ്റോൺ ഏജിൽ തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതിൽ സ്റ്റോൺ ഏജ്, അയൺ ഏജ് കഴിഞ്ഞ്, അതേപോലെ തന്നെ ബ്രോൺസ് ഏജ് കഴിഞ്ഞ് ഒക്കെ മനുഷ്യൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് എങ്ങനെയാണ് പുരോഗമിച്ച് വന്നത് എന്ന് കാണിക്കുന്ന, എന്ന് പഠിക്കുന്ന, ആ ഓരോ സമയത്തും അവരുപയോഗിച്ചിരുന്ന ടെക്നോളജി എന്തായിരുന്നു, ആ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് അന്നത്തെ സമൂഹത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരെങ്ങനെയാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദ സ്റ്റഡി ഓഫ് ദ മാൻ ഓഫ് different developments of a man, then development through different ages, ഇതൊക്കെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠന വിഷയങ്ങളാണെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ദ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, preparing the learner for the wholesome social living. Preparing the learner for wholesome social living. Preparing the learner for wholesome social learning. അതായത് സോഷ്യൽ ലീവിങ്, അല്ലേ? അതായത് ഒരു മനുഷ്യനെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന, തയ്യാറാക്കിപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി കൂടെ സോഷ്യൽ സയൻസിനുണ്ട് എന്നാണ് പറയുന്നത്. ഒരാൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി പ്രിപ്പയർ എ മാൻ ഫോർ ദ സോഷ്യൽ ലീവിങ്. സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ, ഒരു സാമൂഹികമായ ആശയങ്ങളിൽ ഊന്നിയ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സാമൂഹ്യശാസ്ത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ a realistic course of study ആണ് social science. It forms an important part of the core curriculum. It includes commitment to action, അല്ലെ? കമ്മിറ്റ്മെൻറ്റ് ടു ആക്ഷൻ. ഇതെല്ലാമാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ നേച്ചർ ഓഫ് ദ സോഷ്യൽ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ദെൻ വി വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ സയൻസ്. സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോഷ്യൽ സയൻസ് ഇല്ലാതെ ലോകമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് വേൾഡിലെ എല്ലാ കാര്യങ്ങളും വാസ്റ്റ് ആൻഡ് വൈഡ് ആസ് എ വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ സയൻസ് ഇസ് വൈഡ് ആസ് എ വേൾഡ് ആസ് ലോങ് ആസ് എ ഹിസ്റ്ററി ഓഫ് ദ മാൻ, അല്ലേ? Then it is the functional study of the natural and physical science and fine arts. Functional study of the natural and physical science
ആൻഡ് ഫൈൻ ആർട്സ് ആൻഡ് സ്റ്റഡി ഓഫ് ദ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ വനിതാ റിസർവേഷൻ ബില്ല് വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. സെൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പുതിയ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റഡി അബൌട്ട് ദ കറണ്ട് അഫയേഴ്സും സോഷ്യൽ സയൻസിൻ്റെ ഭാഗമാണ്. എ സ്റ്റഡി ലീഡിങ് ടു ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. A study leading to international understanding. The only alternative to the coexistence is co-destruction. Universal brotherhood of a man is essential in age of crisis. അതായത് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്, വിശ്വസാഹോദര്യത്തെക്കുറിച്ച്, മാനവൻ്റെ സാഹോദര്യ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് possesses required potential to lead a children toward the prime goal and practical study about the റിസോഴ്സസിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ സ്റ്റഡി സോഷ്യൽ സയൻസ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്ന വിഷയം എനിക്ക് തോന്നുന്നു ഏറ്റവും സൊസൈറ്റിയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയമാണ്. മോർ ഓവർ ദാറ്റ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ ഓരോ ഘട്ടങ്ങളിലൂടെയും എങ്ങനെ കടന്നു വന്നു, ആ ഘട്ടങ്ങൾ കഴിയും തോറും അവരെങ്ങനെയാണ് ആ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അവൻ്റെ സർവൈവൽ ടെക്നിക്സ്, അതെല്ലാം വളരെ കൗതുകത്തോടു കൂടി പഠിക്കുന്ന ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു രീതിയെ തന്നെ മാറ്റിയെടുക്കുന്ന, ഒരു വ്യക്തിയെ പൂർണ്ണമായ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി പ്രാപ്തനാക്കുന്ന ഒരു കപ്പാസിറ്റി ഡെവലപ്മെൻറ്റാണ് സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, സാമൂഹ്യശാസ്ത്ര അധ്യാപകർ എന്ന് പറയുന്നത് ദ റിയൽ ടീച്ചേഴ്സ്. ബിക്കോസ് അത് പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ബിക്കോസ് ദേ ആർ ഒരു എന്താ പറയുക, ഒരു സംഭവത്തെ അങ്ങ് മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? എന്താണ്, നമ്മളൊരു മൺപാത്രം നിർമ്മിക്കുന്ന വ്യക്തിയെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ലൈക്ക് അതൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായ ഒരു വ്യക്തിത്വത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിന്, ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ, ആ രാജ്യത്തിൻ്റെ മനുഷ്യ വിഭവത്തെ മോൾഡ് ചെയ്തെടുക്കുന്ന വ്യക്തികളാണ് സാമൂഹ്യശാസ്ത്ര അധ്യാപകർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.